മഴയൊന്ന് മാറി ഒരു 10 മിനിറ്റ് തോന്നുന്ന തക്കത്തിന് സിനിമ കാണാമെന്ന് കരുതി മക്കളെ രാവിലെ സ്കൂൾ വിട്ടിട്ട് ഞങ്ങൾ നേരെ പോയതാട്ടോ. കൃത്യം ഹരിപ്പാടി വൺ വേ എൻ്റെ ആവുന്ന സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും പെട്രോൾ തീർന്ന്. അപ്പോൾ പിന്നെ കണ്ട് ഫ്രണ്ടിനെ നോക്കി ആ ഫ്രണ്ടിൻ്റെ കൂടെ വണ്ടി കയറി ഏട്ടൻ പെട്രോൾ വാങ്ങാൻ വേണ്ടി പോയിട്ട് ഞാൻ ഈ പച്ചക്കറി കടയുടെ ചോട്ടിലോട്ട് കൊണ്ട് മാറി നിന്ന് കഷ്ടകാലം വണ്ടിയും പിടിച്ചല്ല കൊടയും പിടിച്ച് വരുന്നുണ്ടായിരുന്നു ഏട്ടൻ. കണ്ടോ മഴ വരുന്ന വരവ് കണ്ടോ. അങ്ങനെ ചായ തുടങ്ങിയപ്പോഴത്തേക്കും ഈ ചാറ്റിന് മുന്നേ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ത്രാസിൻ്റെ ആട്ടം കണ്ടിട്ട് എനിക്ക് എപ്പോഴേ മനസ്സിലായി ഒരു പണി വരുന്നുണ്ട്. എത്ര പന്തിയുള്ള ആട്ടമല്ല എൻ്റെ ഞാൻ ചിന്തിച്ച പോലെ തന്നെ സംഭവിച്ചു. പിന്നെ ഒരു മഴയായിരുന്നു മക്കളെ, നിങ്ങളെല്ലാവരും അറിഞ്ഞാണല്ലേ ഒത്തിരി നാശനഷ്ടം ഉണ്ടായിപ്പോയി. ഇവിടെയുള്ള ഈ ചേട്ടന്മാരെല്ലാം കോടയും എല്ലാം പോയി, സകല സാധനങ്ങൾ ഓടി പറന്ന് ഈ കാറ്റത്ത് പോയി കേട്ടോ. ഞാനും ട്രാഫിക്കിൽ ഈ പോലീസ് കാര്യങ്ങൾ ഈ തട്ടുകടക്കകത്ത് കയറുന്നുണ്ട്. ഞങ്ങൾ രക്ഷപ്പെട്ടു. പക്ഷെ നനഞ്ഞേട്ടോ, മുക്കാൽ നനഞ്ഞപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സാരിയും. തട്ടുകടയുടെ മേൽക്കൂരയും കൂടെ പറന്നു പോകുന്ന വരെ ഞാൻ പേടിച്ചു. അങ്ങനെ പെട്രോളുമായിട്ട് ഏട്ടൻ വന്നു കേട്ടോ. 11:30 സിനിമയ്ക്ക് 11:45 ഇവിടെ കിടന്ന് പെട്രോൾ അടിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ അലഞ്ഞ് നനഞ്ഞ് വാരി കെട്ടി എത്തിയപ്പോഴത്തേക്കും 11:50 കേട്ടോ. ടിക്കറ്റ് അവർ തന്നിട്ട് പറഞ്ഞ് അരമണിക്കൂറായി പടം തുടങ്ങിയിട്ടുണ്ട്. അവർക്കെന്ത് ചെയ്താൽ വേണമെങ്കിൽ നേരത്തെ വന്ന് കാണണം. അല്ല പിന്നെ അതിലെല്ലാം രസം നൈറ്റ് റൈഡേഴ്സിൻ്റെ ടിക്കറ്റിനാണ് വന്നത്. പക്ഷേ അതിനകത്ത് ആളില്ലാത്തതുകൊണ്ട് നമുക്ക് പെറ്റ് ഡിറ്റക്റ്റീവിനാണ് സിനിമ ടിക്കറ്റ് കിട്ടിയത് കേട്ടോ. പിള്ളേരുമായിട്ട് വന്ന് കാണാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അത് പറ്റിയില്ല. താമസിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ട് തിന്നാനും കുടിക്കാൻ എന്തെങ്കിലും വാങ്ങാതെ തിയേറ്റർ കയറിയിട്ട് പിന്നെ എന്തോ ചെയ്യാനാ. അങ്ങനെ പോയിട്ട് പോപ്കോണൊക്കെ വാങ്ങി വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് കേട്ടോ. കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ തന്നെ അങ്ങ് കയറാമെന്ന് വിചാരിച്ചു. എന്തായാലും ഒരു സമാധാനം ഉള്ളത്, പടം തുടങ്ങി പടത്തിൻ്റെ പേര് എഴുതി കാണിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ കയറി. എന്തായാലും അത്ര സമാധാനം ഉണ്ടല്ലോ. ഈ സിനിമ അരമണിക്കൂർ കഴിഞ്ഞാൽ പടം പേരെഴുതി കാണിക്കുന്നുണ്ട്. നല്ലൊരു സിനിമയാണ്. നല്ലൊരു സിനിമ പറഞ്ഞാൽ നല്ല കോമഡിയൊക്കെ ഉള്ളൊരു സിനിമയാണ് കേട്ടോ. വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ കൊള്ളാം, രസമുണ്ട്. 2 മണിക്കൂർ ഇങ്ങനെ ചുമ്മാ നമുക്ക് വേണമെങ്കിൽ ചില്ലടിക്കാൻ പറ്റിയൊരു സിനിമ കേട്ടോ. അപ്പോൾ ഇൻ്റർവെല്ലായപ്പോൾ കുറച്ച് പോപ്കോൺ വാങ്ങിച്ച് തിന്നും. പിന്നെ മഴയത്ത് നനഞ്ഞ് AC കത്തിരുന്ന് കുളിച്ച് കുതിർന്നിരുന്നുകൊണ്ടൊരു ചായയും കൂടെ കുടിച്ച്. അപ്പം അത്രയേ ഉള്ളൂ. രാജാ ബൈ, സീ യു.